പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിന് പകരം വീട്ടാൻ അമേരിക്കയുമായും ഇസ്രായേലുമായും യുദ്ധം ചെയ്യുന്ന ഇറാന് അവരെക്കാളും വെല്ലുവിളി ഉയർത്തുകയാണ് ഉള്ളിലുള്ള ചാരന്മാർ. രാജ്യത്ത് നടക്കുന്ന വിവരങ്ങൾ മൊസാദിന് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താൻ തീവ്ര ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. ഇറാനികളെ തന്നെ ഉപയോഗിച്ചാണ് മൊസാദ് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത്. കാലങ്ങളായി മൊസാദ് പടുത്തുയർത്തിയ ആ ചാര ശൃംഖലയാണ് പുറത്തുള്ള ശത്രുക്കളെക്കാൾ ഇന്ന് ഇറാന് ഭീഷണി ഉയർത്തുന്നത് എന്നതാണ് വസ്തുത. എങ്ങനെയാണ് ശത്രുരാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പോലും മൊസാദ് ചാരന്മാരെ നിയോഗിച്ചത്? എന്തുകൊണ്ടാണ് ഇറാൻ പൗരന്മാരായ ചിലർ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരായി മാറിയത്? പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ അടുക്കളക്കാരി വരെ മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തിയിരുന്നുവെന്നത് ഇറാൻ ഏറെ ഞെട്ടിച്ച കാര്യമാണ്. തങ്ങളുടെ ഓരോ നേതാവിന്റെയും നീക്കങ്ങൾ ഇസ്രായേലിനെ അറിയിക്കാൻ ഇറാൻകാർ തന്നെയായ ചാരന്മാരുണ്ടെന്നാണ് സംശയിക്കുന്നത്. സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് പിന്നിലും ചാരന്മാരുടെ സാന്നിധ്യം ഇറാൻ സംശയിക്കുന്നു. മൊസാദിന് പുറമെ അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്കും ഇറാനിൽ ഏജന്റുമാരും ഇൻഫോർമർമാരുമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ രാജ്യത്തിനകത്തെ മൊസാദ് ചാരന്മാർക്കായും വേട്ട നടത്തുകയാണ് ഇറാൻ. രാജ്യത്തെ സുപ്രധാന വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയ 20 പേരെ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇസ്രായേലിനും ഇറാനുമിടയിൽ നേരിട്ടുള്ള അതിർത്തികളില്ല. എന്നിട്ടും വലിയൊരു ചാരശൃംഖലയാണ് മൊസാദ് ഇറാനിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇറാനിലെ ഓരോ നേതാക്കളുടെ വിവരങ്ങളും അവരുടെ കുടുംബാംഗങ്ങൾ എന്തു ചെയ്യുന്നു എന്നതുമൊക്കെ മൊസാദ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാൻ നേതൃത്വത്തിലെ പ്രമുഖരെ പോലും ചാരപ്പണിക്ക് ഉപയോഗിച്ച് സമീപകാലത്ത് നിരവധി കൊലപാതകങ്ങളാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിൽ അടക്കം കൃത്യമായ ആസൂത്രണമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിയത്. അതിന് വഴിയൊരുക്കിയത് രാജ്യത്തിനുള്ളിലുള്ള ചാരന്മാരാണെന്നാണ് ഇറാന്റെ കണ്ടെത്തൽ. ഖമനേയിയുടെ നീക്കങ്ങൾ 2 വർഷമായി ഇസ്രായേൽ ചോർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കളക്കാരിയും തോട്ടക്കാരനും ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്നു. ഖമനേയിയുടെ വസതിക്ക് സമീപമുള്ള ട്രാഫിക് ക്യാമറകളും മൊസാദും CIA-യും ഹാക്ക് ചെയ്തിരുന്നു എന്നാണ് വിവരം. ഖമനേയിയുടെ കൊലയ്ക്ക് പിന്നാലെ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയെ വധിച്ചത് മകനോടൊപ്പം ടെഹ്റാനിലുള്ള മകളുടെ വീട്ടിലെത്തിയപ്പോഴാണ്. ലാരിജാനിയുടെ മകളുടെ ഓരോ നീക്കവും വീട്ടിലെ വേലക്കാരികൾ നിരീക്ഷിച്ച് മൊസാദിന് കൈമാറുന്നുണ്ടായിരുന്നു എന്നാണ് വിവരം. അയൽവാസികളിലും മൊസാദ് ചാരനുണ്ടായിരുന്നുവെന്ന് സൂചനയുണ്ട്. ഇറാൻ ആംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ അബ്ദുൾ റഹീം മൗസാവിയെ വധിക്കാൻ വനിതകളെ ഉപയോഗിച്ചതാണ് റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരെ യുവതികൾ പ്രലോഭിപ്പിച്ച് മേധാവിയുടെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഖമനേയിയുടെ സുരക്ഷാ ഉപദേഷ്ടാവും കൊല്ലപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകരിലും മൊസാദിന്റെ ചാരന്മാരുണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടത്തെ ആകെ ഉലച്ചതാണ് സ്ഥിരാകേന്ദ്രങ്ങളിൽ പോലുമുള്ള ചാരന്മാരുടെ ഈ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളാണ് ഇറാൻ കൈക്കൊള്ളുന്നത്. കൗറൂഷ് കീവാനി എന്നയാളെ ചാരവൃത്തി ആരോപിച്ച് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ചാരപ്രവൃത്തി ആരോപിച്ച് ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ ആളാണ് കൗറൂഷ് കീവാനി. കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിനിടെയാണ് കൗറൂഷ് കീവാനി പിടിയിലാകുന്നത്. ഇറാനിലെ അതിസുരക്ഷാ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും മൊസാദിന് ഇയാൾ കൈമാറിയിരുന്നു. മൊസാദുമായുള്ള കൂടിക്കാഴ്ചാ വിവരങ്ങളും 6 യൂറോപ്യൻ രാജ്യങ്ങളിലും ടെല്ലവിവിലുമടക്കം ഇയാൾ പരിശീലനം നേടിയതായും ഇറാൻ കണ്ടെത്തിയിരുന്നു. മതപുരോഹിതന്മാരെ വരെ വശീകരിക്കാൻ മൊസാദ് സുന്ദരികളായ സ്ത്രീകളെ രംഗത്തിറക്കിയിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഒറ്റുകൊടുക്കാൻ ഇറാൻകാരെ പ്രേരിപ്പിക്കുന്നത് ഉയർന്ന പ്രതിഫലമാണ്. ചാരവൃത്തിക്ക് തയ്യാറാവുന്ന ഇറാൻകാർക്ക് ഇസ്രായേൽ കോടികളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഭരണകൂടത്തോട് എതിർപ്പുള്ള ഇറാനിലെ കുർദുകൾ, ബലൂജുകൾ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെയും മറ്റു വിമതരെയും മൊസാദ് റിക്രൂട്ട് ചെയ്യുന്നു. നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറപ്പാണ് ചാരന്മാരെ റിക്രൂട്ട് ചെയ്യാൻ മൊസാദ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അപകടമുണ്ടായാൽ എങ്ങനെ ആ രാജ്യത്തുനിന്ന് രക്ഷപ്പെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ആദ്യം തന്നെ മൊസാദ് തയ്യാറാക്കും. ചാരപ്പണിക്ക് ശേഷം ചാരനും കുടുംബത്തിനും ഇസ്രായേലിലോ മറ്റ് സുരക്ഷിത രാജ്യങ്ങളിലോ താമസിക്കാനുള്ള സൗകര്യമൊരുക്കും. പ്രതിഫലം വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലോ ക്രിപ്റ്റോ കറൻസിയിലോ ആണ് നൽകുക. ഇറാന്റെ ആണവ രഹസ്യങ്ങൾ സംബന്ധിച്ച് വിവരം കൈമാറുന്നവരെ തേടി ടെലിഗ്രാം ചാനൽ വഴി ഇപ്പോഴും മൊസാദ് ശ്രമം തുടരുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശത്രുരാജ്യത്തിനുള്ളിൽ മൊസാദ് ഉണ്ടാക്കിയെടുക്കുന്ന ഈ രഹസ്യ സേനയെ ഇറാൻ എങ്ങനെ നേരിടുമെന്നാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.